ഇത് കുട്ടികൾക്ക് തന്നെ ശാസ്ത്രപഥം രജിസ്റ്റർ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനാദ്യമായിട്ട് YIP കേരള എന്ന് പറയുന്ന YIP സ്റ്റുഡൻറ്റ് രജിസ്ട്രേഷനിൽ കയറുക. അവിടെ കുട്ടിയുടെ പേര്, ഇമെയിൽ ഐ ഡി നിങ്ങൾ മെയിൽ എടുത്തു കഴിഞ്ഞാൽ മെയിലിലൊരു കമ്പോസ് കൊടുത്ത് ആ മെയിൽ ID കാണാൻ പറ്റും മൊബൈലിൽ. അപ്പോൾ അത് മെയിൽ ID അവിടെ കൊടുക്കുക. അതൊന്ന് സ്ഥിരീകരിക്കുക. ഒന്ന് സെലക്ട് ചെയ്യുമ്പം ഇവിടെ വന്ന ഒരു OTP വരും. അത് അവിടേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. മെയിലിലും നമ്പറിലും ഒരു OTP വരും. അപ്പോൾ OTP പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്പരും മെയിലും കൊടുത്താൽ രജിസ്ട്രേഷൻ കഴിഞ്ഞു. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ നമ്മളിനി അടുത്തത് വേണ്ടത് ലോഗിൻ ചെയ്യുവാണ്. ലോഗിൻ ചെയ്യാൻ നമ്മൾ YIP ലോഗിനിൽ തന്നെ കയറിയിട്ട് ഇതേപോലെ അവിടെ മെയിലിൽ വന്ന ഒരു യൂസർ IDയും പാസ്വേഡും ഉണ്ട്. അത് അവിടെ കൊടുക്കുക. നമ്മുടെ മെയിലിലേക്ക് രജിസ്റ്റർ ചെയ്യുമ്പോൾ മെയിൽ IDയിലേക്ക് ഒരു യൂസർ IDയും പാസ്വേഡും വന്നിരിക്കും. അതിവിടെ കൊടുത്തു കഴിഞ്ഞ് സൈനിങ് കൊടുക്കുക. സൈനിങ് ഇൻ ലോഗിൻ കൊടുക്കുമ്പോൾ നിങ്ങളെ സൈൻ ചെയ്യും. അപ്പം ഇനി ഏത് കോഴ്സിനാണ് പഠിക്കുന്നത്, മെയിൽ ID, പിന്നെ ഈ നമ്പർ ആരുടെയാ, ഫാദറിൻ്റെ ആണോ മദറിൻ്റെ ആണോ ഓണാണോ അത് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് കൊടുക്കുക. സ്കൂളിൻ്റെ പേര് കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. മെയിലാണോ ഫീമെയിലാണോ കൊടുക്കുക. സെലക്ട് കാറ്റഗറി കൊടുക്കുക. ഏത് വിഭാഗമാണെന്നുള്ളത് കൊടുക്കുക. എല്ലാം ഡ്രോപ്പ് ഡൗൺ ബട്ടണാണ്. സെലക്ട് ചെയ്താൽ മതി. പിന്നെ ഇയർ ഓഫ് സ്റ്റഡി, ഫസ്റ്റ് ഇയർ ആണോ സെക്കൻഡ് ഇയർ ആണോ തേർഡ് ഇയർ. ഹൈസ്കൂളാണെങ്കിൽ 8 to 10, ഹയർ സെക്കൻഡറി ആണെങ്കിൽ 10 to 12. ഇയർ ഓഫ് ജോയിനിങ് എന്നാണ്, പാസ് ഔട്ട് ഇറങ്ങുന്ന ഇയർ എന്നാണ്, അതൊക്കെ കൊടുക്കുക. ഡിപ്പാർട്ട്മെൻറ്റ് എഡ്യൂക്കേഷൻ, ഹയർ സെക്കൻഡറി അല്ലെ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഇപ്പോൾ 8ലോ 11ലോ ഏത് വർഷമാണ് വന്നത്, ഡേറ്റ് ഓഫ് ജോയിനിങ് കൊടുക്കുക. പിന്നെ പ്രൂഫ്, ഒന്നീ ആധാർ കാർഡ് അല്ലെങ്കിൽ സ്കൂൾ ID കാർഡ്, അതിൻ്റെ ഇത് കൊടുക്കാം. അതെന്താണെന്നുള്ളത് കൊടുക്കാം. അവിടെ അപ്ലോഡ് ഫയലിൻ്റെ അവിടെ പ്രസ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് ക്യാപ്ചർ ഫോട്ടോ എടുക്കാം. ID കാർഡാണെങ്കിൽ ID കാർഡ്, അതിൻ്റെ ഫോട്ടോ അവിടെ തന്നെ എടുക്കാം. പിന്നെ ആ പ്രൂഫിൻ്റെ ഫോട്ടോയും എടുക്കാം. നമ്മുടെ ഫോട്ടോയും എടുക്കണം, കുട്ടിയുടെ ഫോട്ടോയും എടുക്കണം. കുട്ടിയുടെ ID കാർഡോ ആധാറിൻ്റെയോ പിന്നെ ID കാർഡിൻ്റെയോ ഫോട്ടോ എടുക്കണം. പിന്നെ ID കാർഡ് ഇല്ലാത്തതിൻ്റെ കാരണം നോട്ട് ഇഷ്യൂഡ് കൊടുക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ. പിന്നെ അതിൽ എഗ്രി ചെയ്യുക. അതിൽ പറയുന്നതെല്ലാം ഡിക്ലറേഷൻ കൊടുത്ത് ക്ലോസ് ചെയ്താൽ നമ്മുടെ രജിസ്ട്രേഷൻ്റെ രണ്ടാമത്തെ ഘട്ടവും കഴിഞ്ഞു. പിന്നെ നേരെ VOSലേക്ക് കടക്കാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് കുട്ടിക്ക് തന്നെ ഇത്രയും ചെയ്യാൻ പറ്റുന്നതാണ്.